ശവസംസ്കാരം കഴിഞ്ഞു. നമ്മുടെ ചത്ത സ്വപ്നങ്ങളൊക്കെ കുഴിച്ചിട്ടു. ഹരി, എന്താ ഇത്? ഇനി കൂടുതൽ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? തോൽവി പൂർണ്ണമായടോ. പാടത്ത് പണിയെടുക്കുമ്പോ ഒരു പച്ചക്കറിയിൽ പൂ വിരിഞ്ഞ സന്തോഷത്തോടെ ഞാനത് നോക്കി നിൽക്കുമായിരുന്നു. അത് കായായിട്ട് മാറുമ്പോ മുതൽ അതിന് കാവല് നിൽക്കുമായിരുന്നു. അമ്മാവനോട് ചോദിച്ചു നോക്കേ, പറമ്പിലും പാടത്തും ഒക്കെ പച്ചക്കറികൾ കൂടുതൽ വിളഞ്ഞു നിൽക്കുമ്പോ ഞാനതൊക്കെ പൊട്ടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഒരെണ്ണം പോലും പാഴായി പോരുതെന്നുള്ള നിർബന്ധമായിരുന്നു എനിക്ക്. എന്നിട്ടിപ്പോ ചാക്ക് കണക്കിന് ഞാനിപ്പോ കുഴി കുത്തി മൂടിയത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. മോനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചാ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മോനെ. എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതിപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും അറിഞ്ഞു കാണും. അവർക്ക് എന്താ തോന്നുക? വലിയ കാര്യമായിട്ട് പറഞ്ഞുണ്ടാക്കിയതെല്ലാം പൊളിഞ്ഞു പോയി. ആന്റി, അവരൊക്കെ ഓണത്തിന് കാശ് കിട്ടുന്നത് കാത്തിരിക്കുക. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണം, കെട്ടിച്ച് വിട്ട വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? ജീവിതം ഇങ്ങനെയൊക്കെയാണ്, സഹിച്ചോന്ന് പറയണോ? അതിനേക്കാളും പേര് പാവപ്പെട്ടവരെ കൊല്ലുകയല്ലേ? മോനെ, ഇനി നീ അധികം ഒന്നും സംസാരിക്കണ്ട. കുറച്ചു നേരം ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആദ്യം ശരീരത്തിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മോളെ, കൂട്ടിക്കൊണ്ടുപോ. ചെല്ലു മോനെ, വാ. സുജാതെ, ഹരിയുടെ രാമകൃഷ്ണേട്ടാ? അവൻ കുളിക്കയാ. അമ്മേ, രാമകൃഷ്ണേട്ടൻ ഇന്നലെ തീരെ ഉറങ്ങിയില്ല അല്ലേ? അതൊന്നും കാര്യമില്ല സുജാതെ. അതാ വരുന്നു. ആന്റി, ഇന്നലെ എല്ലാരും പേടിച്ചു പോയോ? ഒരുപാട് നേരം കാവിലിരുന്നു എല്ലാരും കൂടിയല്ലേ? സാർ, ഇപ്പൊ നീങ്ക ഓക്കെ സാർ? അത് കഴിഞ്ഞു ശരവണ. ഇപ്പൊ അങ്ങനെയല്ലേ, ഓരോ ദിവസത്തെയും വലിയ വലിയ പ്രശ്നങ്ങള് രാത്രിയാവുമ്പോ കുഴികുത്തി മൂടുക, കിടക്കുക. മോനെ, ഇത് ഒന്ന് തുറന്നു നോക്ക്. തുറക്ക്. ഓണത്തിന് മുൻപ് കൂടെ പണിയെടുക്കുന്നവർക്ക് പണം കൊടുക്കണ്ടേ? ഇത് വിറ്റോളൂ. എന്റെയും നിത്യയുടെയും ആഭരണങ്ങള്
രഘുവേട്ടൻ എപ്പോഴും പറയും സ്വർണം ഒരു ഇൻവെസ്റ്റ്മെന്റാ, ആവശ്യ നേരത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണെന്ന്. അല്ല സുജാതെ, ഇതെല്ലാം കൂടെ എടുത്തിട്ട് കമ്പനിയുടെ വീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമല്ലേ? ആ, അതിന്ന് കരകയറേണ്ടതും നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ? ആ നിത്യ കൊടുക്കാം. ഇനി കുറച്ചു പേരും കൂടി വരാനുണ്ടല്ലോ. അവർക്ക് ഭാർഗവൻ സാറിനെ കൊടുത്താൽ മതി. എല്ലാവർക്കും സന്തോഷായില്ലേ? ഇനി വീട്ടിൽ പോയി ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. മോളെ, നെഞ്ചു തുറങ്ങിക്കൊണ്ടാ മോളെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നത്. വേറെ മാർഗമില്ലാത്തോണ്ടാ. സാരമില്ല ചേച്ചി. ഞാൻ പ്രാർത്ഥിക്കാം മോളെ. ഹരി ഒരുപാട് ഓടിയിട്ട് അതൊക്കെ ഒപ്പിച്ചെന്ന് നമുക്കറിയാം. പ്രശ്നങ്ങളൊക്കെ തീരുമോനെ. ഇത്ര നല്ല മനസ്സുള്ള നിന്നെ ദൈവം പരീക്ഷിക്കൊന്നുമില്ല. നല്ലതേ വരൂ.